COS സംസ്ഥാന സമ്മേളനത്തിന് രുചിയേറും. കേബിൾ TV ഓപ്പറേറ്റർമാർ തുടക്കം കുറിച്ച കൊണ്ടയൂർ അഗ്രോ ഫാമിൽ കൃഷി ചെയ്ത നെൽകൃഷിയിൽ നിന്നും വിളവെടുത്ത നെല്ലാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭക്ഷണശാലയിലേക്ക് എത്തുന്നത്. 5 ദിവസം തിരൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ 1000-ലധികം ആളുകൾക്കാണ് ഭക്ഷണത്തിനായി ഫാമിൽ നിന്നുള്ള നെല്ലെത്തുക. മാർച്ച് 26 മുതൽ തിരൂരിൽ വെച്ച് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇത്തവണ രുചി 10 ഇരട്ടിയാകും. കാരണം കേബിൾ TV ഓപ്പറേറ്റർമാർ അവരുടെ സ്വപ്രയത്നം കൊണ്ട് രൂപീകരിച്ച അഗ്രോ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നടപ്പാക്കിയ നെൽവിളയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്ന് വിളവെടുത്ത അരിയിൽ നിന്നാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ സദ്യ ഒരുക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ചേർന്ന് തൃശൂരിലെ കൊണ്ടയൂർ അഗ്രോ ഫാമിൽ 7 ഏക്കറിലാണ് ഉമ നെൽവിത്ത് കൃഷി ചെയ്തത്. മാസങ്ങൾക്ക് ശേഷം 100 മേനി വിളവും ലഭിച്ചു. ഇതോടെ ഇത്തവണ COS സംസ്ഥാന സമ്മേളനത്തിന് രുചിയേറും. തിരൂരിൽ നടക്കുന്ന സമ്മേളനത്തിനെത്തുന്ന 1000-ലധികം ആളുകൾക്ക് കൊണ്ടയൂർ അഗ്രോ ഫാമിൽ നിന്നും വിളവെടുത്ത നെൽവിത്താണ് ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം COA മലപ്പുറം ജില്ലാ സെക്രട്ടറി സി പ്രവീൺ കുമാർ നിർവഹിച്ചു. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച ഒരാശയമാണ് ടൂറിസം മേഖലയിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ പ്രവേശിക്കണമെന്നുള്ളത്. കേബിൾ TVയുമായി ബന്ധപ്പെട്ട് അനുബന്ധ ബിസിനസ് സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ വലിയ ഒരു വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനു പുറമെ മത്സ്യ കൃഷികൾ തുടങ്ങി എന്തെല്ലാം ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അത്തരത്തിലുള്ള ആ സാധ്യതകളെ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചെറിയ കൂട്ടായ്മ ഈ മേഖല. കൊണ്ടയൂരിൽ ഓപ്പറേറ്റർമാർ ചേർന്ന് 12 ഏക്കർ സ്ഥലത്താണ് അഗ്രോ ഫാം ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. കേബിൾ ശൃംഖലയ്ക്ക് പുറമെ ടൂറിസം കാർഷിക മേഖലകളിലേക്ക് കൂടി കടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൊണ്ടയൂരിൽ ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് വിജയകരമായതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് 7 ഏക്കറിൽ കൃഷി ചെയ്ത നെൽവിത്തിന് 100 മേനി വിളവ് ലഭിച്ചത്. ദേശമംഗലം പഞ്ചായത്തിൽ ഏകദേശം 7 ഏക്കറോളം സ്ഥലത്ത് ഇന്ന് വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ്. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ന് ഈ ഡിജിറ്റൽ രംഗത്തും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്തും 1ാം സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. സംഘടനയുടെ തന്നെ ആശയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൊഴിലിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസം മേഖലയിൽ കടക്കുവാൻ ഈ പ്രസ്ഥാനം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ആഗ്രോ ടൂറിസം എന്ന രീതിയിലേക്ക് ഞങ്ങളുടെ കൂട്ടായ്മ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ മത്സ്യകൃഷി, മഡ് വില്ലേജ്, ബഫലോ ഫാം, ജൈവ പച്ചക്കറി കൃഷി എന്നിവയും ഇവിടെയുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ബിസിനസ് സംരംഭങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ കേബിൾ TV മേഖലയിൽ നിന്ന് വിഭിന്നമായി കാർഷിക വിത്തിരിയിലേക്കും ടൂറിസം മേഖലയിലേക്കും പ്രവേശിക്കുക എന്നത് ഞങ്ങൾ ഒരു ചെറിയ കാൽവെപ്പായി ഉദ്ദേശിക്കുകയാണ്. ഈ കാർഷിക സമൃദ്ധിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഈ സമയത്ത് പുതിയൊരു മേഖലയിലേക്ക് നമ്മൾ കാൽവെക്കുകയാണ്. ഇതൊരു ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രമാണ് നമ്മുടെ നെൽകൃഷി. ഉദ്ഘാടന ചടങ്ങിൽ M രാജ്മോഹൻ, P രഘുനാഥ്, സാജിദ്, MK സുരേഷ് തുടങ്ങി മറ്റ് കേബിൾ TV ഓപ്പറേറ്റർമാരും നേതാക്കളും പങ്കെടുത്തു. വലിയൊരു ആഗ്രഹമാണ് നമ്മൾ സഫലീകരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റർമാരും അതുപോലെ തന്നെ ഇതിനോട് മനസ്സ് അടുപ്പമുള്ള ആളുകളും കൂടി ചേർന്ന് ഇത്തരത്തിലുള്ളൊരു സംരംഭം ഉണ്ടാക്കി അത് ഇന്ന് അതിൻ്റെ കൊയ്ത്ത് ഉത്സവത്തിലെ കൊയ്ത്ത് എന്ന് പറയുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് NCV.